അപ്പോൾ ഈറ്റ് ആൻഡ് ഫിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്, ജിമ്മിൽ പോകുന്നവർക്ക് കിഡ്നി റിലേറ്റഡ് പ്രോബ്ലം വരുമോ, ഇല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്ക് കിഡ്നി പ്രോബ്ലംസ് കാണുന്നുണ്ട്, അതെന്തുകൊണ്ട്, അതിന്റെ റീസൺ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിമ്മിൽ എക്സർസൈസ് ചെയ്യുന്നവർക്കും ഒരുപക്ഷെ കിഡ്നി രോഗങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ സഡൻലി അവരെ കിഡ്നി ഫെയിലിയർ ആവാറുണ്ട്. കാരണം ഇതാണ്, രണ്ട് തരത്തിൽപ്പെട്ട ആളുകൾക്കാണ് കിഡ്നി പ്രോബ്ലംസ് വരാൻ ഏറ്റവും സാധ്യത കൂടുതൽ. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ജിമ്മിലേക്ക് വന്ന് അവർ സ്റ്റാർട്ടിങ് തന്നെ ഓവർ വെയിറ്റ് പുഷ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഒരു 3, 4, 5, 6 മാസത്തിന് ശേഷം ജിമ്മിൽ വന്ന് സഡൻലി എല്ലാ മെഷീനിലും കയറിയിട്ട് വെയിറ്റ് പുഷ് ചെയ്യുന്നവർക്ക് അവരുടെ മസിൽസ് ടിയർ ആവുകയും അതുമൂലം ലാക്റ്റിക് ആസിഡ് എന്ന മസിൽസിന്റെ ബൈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ആവുകയും അത് ബ്ലഡിലേക്ക് കലരുകയും കിഡ്നി ഫിൽട്രേഷൻ പ്രോസസ്സിനെ അത് സാരമായി ബാധിക്കുകയും അങ്ങനെ കിഡ്നി പേഷ്യൻ്റായി മാറാനും ഒരുപാട് സാധ്യതയുണ്ട്. ശരീരത്തിലെ അമിതമായ ലാക്റ്റിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ വന്നിട്ട് തൻ്റെ ബോഡി വെയ്റ്റിൻ്റെ അളവ് നോക്കാതെ ഓവറായിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നവർക്കും ഒരുപക്ഷെ ഈ ഒരു കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. ഒരിക്കലും ഒരു എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെവി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അത് ബിഗിനർ ആണെങ്കിലും ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നവരാണെങ്കിലും ശരി, അവർ ഒരിക്കലും ഹെവി വെയിറ്റ് പുഷ് ചെയ്ത് അവരുടെ മസിൽസിനെ സഡൻലി ടിയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്ലോലി ട്രെയിൻ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ മാത്രം ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോച്ചിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഒരു അഡ്വൈസും എടുക്കാതെ സ്വയം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു സെൽഫ് നോളജ് വെച്ച് ഒരിക്കലും നിങ്ങൾ ഒരു പ്രോട്ടീൻസോ പ്രോട്ടീൻ പൗഡർ ആണെങ്കിലും ഫുഡിൽ നിന്നുള്ള പ്രോട്ടീൻ ആണെങ്കിലും ഓവറായിട്ട് ഇൻടേക്ക് ചെയ്യാതിരിക്കുക. ഗ്രാജുവലി, ഇപ്പോൾ സാധാരണ നോർമലി ഒരു ജിമ്മിലൊക്കെ പോവാത്ത ഒരു നോർമൽ പേഴ്സണ് വേണ്ടത് പെർ ബോഡി വെയിറ്റ് 1 gram വെച്ചാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1.2 വരെ പോവാം. അതിന് പുറമേ നിങ്ങളൊരു എക്സർസൈസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു അത്യാവശ്യം സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ 1.5 to 1.8 ഗ്രാമും, അല്ലെങ്കിൽ നിങ്ങളൊരു ജെൻസ് ആണെന്നുണ്ടെങ്കിൽ 1.8 gram മുതൽ 2 gram വരെ സേഫ് ആയിട്ട് എടുക്കാം. അതിന് പുറമെ ഓവറായിട്ട് നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുമ്പോൾ, ഐ മീൻ നോട്ട് ഓൺലി പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമായാലും ഓവറായിട്ട് ഇൻടേക്ക് ചെയ്യുമ്പോൾ കിഡ്നി ഫിൽട്രേഷനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ എക്സർസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, ഇല്ലെങ്കിൽ ഒരു ജിം റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ജിമ്മിൽ എൻറോളായ ഉടനെ തന്നെ ഹെവി വെയിറ്റ് പുഷ് ചെയ്യാതിരിക്കുക, മസിൽസിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. രണ്ടാമത്, ഗ്രാജുവലായിട്ട് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ വർക്കൗട്ട് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് പോകാനും ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കിഡ്നിയെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനാവും. ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ അടുത്തുനിന്നോ ഇല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോച്ചിന്റെ അടുത്തുനിന്നോ മാത്രം ഒരു ന്യൂട്രീഷൻ അഡ്വൈസ് എടുക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ഒരു കാര്യവും നിങ്ങളുടെ ബോഡിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക. അതായത് സെൽഫ് നോളജ്, അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന ഒരു നോളജ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് ട്രൈ ചെയ്യാതെ നോക്കാം. അത് നിങ്ങളെ ഒരു വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ കാരണമാവും. ജിമ്മിലേക്ക് ഒട്ടുമിക്ക ആളുകളും വരുന്നത് ഇഞ്ചുറി ഇല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഒരിക്കലും ജിമ്മിൽ വന്നുകൊണ്ട് നിങ്ങൾ ഇഞ്ചുറി മേടിക്കാനോ ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കുളമാക്കാനോ ശ്രമിക്കാതിരിക്കും.